വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. വേറെ ഒന്നുമല്ല, അതായത് ഞാനിപ്പോൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞൊരു വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ചാനൽ അങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് പേര് എന്തെങ്കിലും ഷോർട്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് അങ്ങനെ കയറി അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് കഴിഞ്ഞ വർഷം ജാനുവരിയിൽ, അതായത് 2024 ജാനുവരിയിലൊക്കെ 1500 സബ്സ്ക്രൈബേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഷോർട്സ് ഒക്കെ ഇട്ട് വന്നിട്ടാണ് ഞാൻ ഇതുപോലെ എങ്ങനെയാണ് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുത്തത്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് 16K സബ്സ്ക്രൈബേഴ്സ് ആയി നിൽക്കുവാണ്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരു 1K ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആക്കുന്നതെന്ന് വെച്ചാൽ ഒരു 1000 പേരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞും എൻ്റെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തൊക്കെ ആക്കിയ സബ്സ്ക്രൈബേഴ്സ് ആണ്. അതായത് അന്ന് ഈ പറയുന്നതൊക്കെ എനിക്ക് വേറെ കോൺടാക്റ്റോ കാര്യങ്ങളോ വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു സർക്കിളിൽ നിൽക്കുന്ന കുറച്ച് പേരല്ലാതെ വേറെ ആരെയും അറിയത്തില്ല. അവർ തന്നെ അറിയാവുന്നവർ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ വർഷം ജാനുവരി തൊട്ട് ഞാൻ ഇതുപോലെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടാണ് കുറച്ച് കയറാൻ തുടങ്ങിയത്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ജൂൺ ഒക്കെ ആയപ്പോഴത്തേക്ക് 2000 ആ ഒരു റേഞ്ചിൽ നിന്നത്. പിന്നെ അങ്ങോട്ട് എനിക്ക് എങ്ങനെയാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സ് കയറി തുടങ്ങിയത്, അതായത് ആ ഒരു 2000 തൊട്ട് ഇപ്പോൾ ഒരു 16Kയിൽ എന്നെ സംബന്ധിച്ച് വേഗമാണ് കയറിയത്. കാരണം അതിന് മുന്നേ വരെ ഒരു 4 വർഷം ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഒരു ലാഗ് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന കാരണങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിൽ പോലും ഇത്ര എങ്ങനെയാണ് കയറി വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ജൂണിലൊക്കെ ആയിരുന്നു ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഇത്ര ആക്കിയെടുത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ലൈവ് തന്നെയാണ്. ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ഒരു ജൂൺ തൊട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അന്നെന്ന് വെച്ചാൽ ലൈവ് കയറാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് നിർബന്ധിച്ചിട്ടാണ്, അതായത് ഗെറ്റ് പ്രട്ടി വിത്ത് ശ്രീ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ആളാണ് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പം എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ പൊതുവേ എനിക്ക് ഫേസ് കാണിച്ച് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലൈവ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ഫേസ് ടു ഫേസ് വീഡിയോ ചെയ്യുന്നത് പോലും. എൻ്റെ പഴയ ഷോർട്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ എൻ്റെ ഫേസ് അങ്ങനെ അധികം കാണിക്കത്തില്ല. എനിക്ക് ചെറിയ ഭാഗമൊക്കെ ഞാൻ കാണിക്കത്തുള്ളൂ. പിന്നെ അതിനുശേഷം ലൈവൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയി, വലിയ കുഴപ്പമൊന്നുമില്ല, ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ലൈവ് ആദ്യം പോയപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എന്തോ പോലെ ആയിരുന്നു. ആദ്യമൊക്കെ ഞാൻ ലൈവ് ഇട്ട് പെട്ടെന്ന് കട്ട് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചാൽ കട്ട് ചെയ്ത് കളയായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് കൊള്ളാം, സംഭവം കൊള്ളാമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ലൈവ് ചെയ്ത് പോവായിരുന്നു. അങ്ങനെ ലൈവ് ചെയ്തപ്പോഴത്തേക്കാണ് എന്താണ് എനിക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എൻ്റെ വാച്ചിങ് അവേഴ്സും ഇൻക്രീസ് ആവാൻ തുടങ്ങിയതും ലൈവ് സ്ട്രീം തുടങ്ങിയതിന് ശേഷമാണ്. അതായത് ഭയങ്കര ഡിമ്മായിട്ട് കിടന്ന്, അതായത് എനിക്ക് സത്യം പറഞ്ഞാൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം 4000 വാച്ചിങ് അവേഴ്സ് വേണം എന്നുള്ളത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്, ഞാനത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ഞാൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ലൈവ് സ്ട്രീം കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ശരിക്കും പറഞ്ഞാൽ ആണ് കേട്ടോ. അതായത് ഇപ്പം ലൈവിൽ എനിക്ക് മുന്നത്തെക്കാളും എനിക്ക് നല്ല രീതിയിൽ ആളുകൾ കുറവാണ്. അന്ന് ആ ഒരു സമയത്ത് ലൈവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തുടക്ക സമയമായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരുപാട് പേരങ്ങനെ ലൈവ് ചെയ്ത് ഞാനും കണ്ടിട്ടില്ല. ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട്, അവൾ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്തു തുടങ്ങിയത്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. ലൈവ് എല്ലാ ദിവസവും രാത്രി ഇടുമായിരുന്നു കേട്ടോ. അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പാണ്. നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക, ത്രൂ ഔട്ട് ഒരു സ്ക്രീൻ നോക്കി സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഞാൻ പിന്നെ അതൊരു ശീലമാക്കിയങ്ങ് മാറ്റി. കയറും, കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരും, കുറേ ഫേക്ക് അക്കൗണ്ട്സ്, അതായത് എൻ്റെ ഈ ഒരു പ്രൊഫൈൽ വെച്ചിട്ട് തന്നെ വേറെ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്തായിരിക്കും എൻ്റെ ലൈവിൻ്റെ ഇടയിൽ വന്നിട്ട് എൻ്റെ അതേ പ്രൊഫൈൽ പിക്ചറും എൻ്റെ പേരും വെച്ചിട്ട് കമൻസ് ഒക്കെ വരുന്നത്. ആദ്യമൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്ക് അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു. ആദ്യമൊക്കെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര നെഗറ്റീവ് അടിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കേട്ടോ. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ എന്ന് പറയാൻ സബ്സ്ക്രൈബേഴ്സ് കയറുമായിരുന്നു. ആദ്യമായിട്ട് ലൈവ് പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു 10-25 സബ്സ്ക്രൈബേഴ്സ് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മെയിനായിട്ട് നമ്മളെല്ലാവരും നമ്മൾ യൂട്യൂബ് ചാനലുള്ളവർ സ്വാഭാവികമായിട്ടും രാവിലെ ഉറക്കം എണീക്കുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ ഡോളർ കയറിയോ എന്നുള്ളതായിരിക്കും. ഞാനും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. അപ്പോൾ അന്ന് ലൈവൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും നോക്കും, അയ്യോ സബ്സ്ക്രൈബേഴ്സ് കയറിയോ എന്നൊക്കെ. കയറി കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിന് മുന്നേറെ ഞാൻ ഈ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യായിരുന്നു. ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക്
ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഏതാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടത്. ലോങ് വീഡിയോ ത്രൂ നമുക്ക് കിട്ടും, എങ്കിൽ പോലും നല്ല റീച്ചുള്ള ലോങ് വീഡിയോ ആണെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറും. അത് കറക്റ്റ് കാര്യമാണ്. കാരണം ഞാൻ ഒരു ഏപ്രിലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗിബ്ലി ഇമേജ്, അന്നതായിരുന്നു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വീഡിയോ. അതെന്റെ മനസ്സിലൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ സത്യം പറഞ്ഞത് ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ വിചാരിക്കാത്ത വിധത്തില് അത് ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ആ ഒരു വീഡിയോയുടെ നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കയറി. പിന്നെ ഷോർട്സിന് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല രീതിക്ക് 100-200 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പല ഷോർട്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അത്രയും വ്യൂസ് ഉള്ള വീഡിയോസിൽ നിന്ന്. അങ്ങനെ അപ്പോഴെന്നാലും വേറെ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്ന വീഡിയോസ് എന്നൊക്കെ പറയുന്നത് ഒരു കണ്ടന്റിനെ ബേസ് ചെയ്ത് മാത്രമല്ല. എൻ്റെ ചാനൽ, അതായത് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ ഒരു വീഡിയോയിൽ തന്നെ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമല്ല. ഞാൻ ഒരുപാട് വീഡിയോസ്, അതായത് പല പല കണ്ടന്റ്സ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. ആദ്യം നല്ല ഇപ്പോഴും ചെയ്യാറുണ്ട് ഡെയിലി വ്ലോഗ്, അതായത് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, അങ്ങനത്തെ ടൈപ്പ് കണ്ടന്റ്സ്. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, പെയിന്റിങ്സ്, അതായത് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ ഫുഡ് കഴിക്കുന്ന വാട്ടർ ഇറ്റിനിടെ അങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിന്റെ വീഡിയോസ്, അങ്ങനെ പല ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. ഒരേ ഒരു കാര്യത്തെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ വീഡിയോസ് ഒന്നും ഇടാറ്. അതുപോലെ ലോങ് വീഡിയോ പല ടൈപ്പാണ്. കൂടുതലും ഇപ്പം ഞാൻ ഈ ഇടയായിട്ട് കുറേ ടീത്ത് ബ്രേസസിന്റെ വീഡിയോസ് എൻ്റെ ചാനലിൽ, അങ്ങനത്തെ വീഡിയോസിന് ഉള്ളതിനേക്കാളും എന്നും പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. എൻ്റെ ചാനൽ ഇങ്ങനായി അങ്ങനായെന്നൊന്നല്ല പറയുന്നത്. അതായത് നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ അതിനർത്ഥം സബ്സ്ക്രൈബേഴ്സും അതിനനുസരിച്ച് കയറും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യം. അപ്പോഴ് ഷോർട്സ് നന്നായിട്ട്, അതായത് നമ്മൾ ഷോർട്സ്, അമ്മേൻ്റെ അടുത്ത് എപ്പോഴും പറയും ഷോർട്സ് ഒരു 2-3 ഡെയിലി ഇടാൻ നോക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം തന്നെ മടി, രണ്ടാമത്തെ കാര്യം എഡിറ്റ് ചെയ്യാനുള്ള മടി. അങ്ങനെ പക്ഷെ മാക്സിമം ഒരു ദിവസം ഒരെണ്ണെങ്കിലും ഇടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നല്ല രീതിയിൽ വീഡിയോസ് ഒക്കെ ഇട്ടുവരാം, ഷോർട്സ് ലോങ് വീഡിയോ ആ രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കണം. ഒരു 1-2 ദിവസമോ, എൻ്റെ കാര്യത്തിലാണ്, എല്ലാവരുടെയും കാര്യം എനിക്കറിയില്ല, ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുണ്ടായിരുന്ന വ്യൂസ് ഒന്ന് ഡിം ആവുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ലൈവ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ ഈ ഇടയായിട്ട് കുറേ ആയിട്ട് ഭയങ്കര മടിയാണ് ലൈവ് ചെയ്യാനും, പിന്നെ പല പല കാര്യം കൊണ്ട് ഞാൻ ലൈവ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ലൈവിൽ വ്യൂസും അതനുസരിച്ചിട്ട് കുറവാണ്. അതുപോലെ തന്നെ ചാനലിന്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്നും അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിടുക. പിന്നെ ഒരു സമയം അത് കറക്റ്റ് ഉണ്ടോ, ഞാൻ മുന്നേ വരെ 6 മണിക്കായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ആ സമയത്ത് വ്യൂസ് കയറുമെന്ന് വെച്ചാൽ കുറച്ചൊക്കെ, അതായത് ഡെയിലി കാണുന്നവർ കാണും, പക്ഷെ അല്ലാത്തവരങ്ങനെ കാണാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം കണ്ടത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ടൈം എപ്പോഴാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. യൂട്യൂബിൽ, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ടൈം നോക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ്, അത് അത്യാവശ്യം വ്യൂസ് കിട്ടുമെന്ന് ഇങ്ങനെ കണ്ടത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അയ്യോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ. പിന്നെ ഞാൻ അങ്ങനെ ഒരു ടൈം കണ്ടുപിടിച്ചു. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന സമയം രാത്രി ഒരു 8:30 കഴിഞ്ഞ് ഒരു 9 മണി തൊട്ട് പിന്നെ അങ്ങോട്ട് ഒരു 11 മണി വരെയൊക്കെ കാണും. അതാണ് ആ ഒരു ടൈം എന്ന് എനിക്ക് മനസ്സിലായതോടുകൂടി ഞാൻ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ മാക്സിമം ആ ഒരു ടൈമിലാണ്, അതായത് ഒരു 9 മണി അല്ലെങ്കിൽ ഒരു 8:30 കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പിന്നെ വേറെ കാര്യം വെച്ചാൽ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിലാണ് ഞാൻ പെട്ടുപോകുന്നത്. ഈ ഇടയായിട്ട് കുറച്ച് വൈഫൈയുടെ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഞാൻ മുന്നേ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നാൽ കുഴപ്പമില്ല. പക്ഷേ അന്ന് വൈകുന്നേരം എന്തെങ്കിലും ഇടുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നെറ്റ് ഇഷ്യൂ വന്നത് ലാഗായി നല്ല ടൈം കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു ടൈം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും അപ്ലോഡ് ആവുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അങ്ങനെ അപ്പോഴും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ഒരു ഷോർട്സ് എങ്കിലും ഇട്ടിട്ട് പോയാൽ നമുക്ക് ആ ഒരു ബേസിൽ അങ്ങനെ അങ്ങ് പോവാം. അങ്ങനത്തെ ഒരു കാര്യം. പിന്നെ യൂട്യൂബിൽ ഡോളർ കയറുന്നത് പലരുടെ കേസിലും പലതായിരിക്കും. അപ്പം എൻ്റെ കേസിൽ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ യൂട്യൂബിലെ വ്യൂസ്, അത് എല്ലാവരുടെയും കാര്യത്തിൽ അതാണ് കേട്ടോ, വ്യൂസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡോളർ കയറുന്നത്. നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഡോളർ കയറും. അപ്പോഴ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി എന്നുള്ള കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒട്ടും വിചാരിച്ചു നമുക്ക് $100 ആകുമ്പോഴത്തേക്ക് മാത്രമേ അത് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. 100 and above ആവാം. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും എനിക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് നമുക്ക് എപ്പോഴാണ് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യപ്പോൾ തന്നെ അത്യാവശ്യം ഇടുക്കി ലെങ്ത് ആയിട്ടുണ്ട്.
അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്ങനെയാണ് ക്യാഷ് വരുന്നത്, നമുക്ക് എപ്പോഴാണ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈം ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോഴേ ഈ ഒരു ഡോളറിൻ്റെ കാര്യം തന്നെ വീഡിയോസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് അതിനകത്ത് നമുക്ക് എന്താണ് ഡോളർ കയറത്തുള്ളൂ. വെറുതെ സത്യം പറഞ്ഞാൽ ഡോളർ കയറത്തില്ല. അതായത് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നാൽ അവിടെയും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഡോളറിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈവ് സ്ട്രീമാണ് ഒന്നാമത്തെ മെയിൻ കാര്യം. അതിൻ്റെ കൂട്ടത്തിൽ ഷോർട്സ്. അതാണ് എനിക്ക് പിന്നെ ലോങ് വീഡിയോയിലൂടെ അങ്ങനെ അധികം അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടില്ല. പറഞ്ഞായിരുന്നു 1500 സബ്സ്ക്രൈബേഴ്സ് അത്ര ആവുമെന്ന് പറയാൻ പലരും കൊണ്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ വന്നതാണ്. അതിൻ്റെ ഒരു 1000 പേരും അങ്ങനെ വന്നവരാണ്. പിന്നാണ് ബാക്കി ഇത്രയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടാണ് അങ്ങനെ. അപ്പോൾ ഇപ്പോഴും ഡെയിലി ലോങ് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ നടക്കാറില്ല. ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മളൊരു സമയം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷോർട്സ് ഇടാറുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം തപ്പുന്നത് യൂട്യൂബിൽ തന്നെ ആയിരിക്കും. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ നോക്കാറുണ്ട്. ഡെയിലി അങ്ങനെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു ബേസ് കിട്ടും. സത്യം പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതേവരെ ചെയ്ത ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ എഡിറ്റിങ്, അതുപോലെ തന്നെ ഇപ്പം യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ തനിയെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കത് ചെയ്തുകൊണ്ട് ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തനിയെ തന്നെ നമുക്ക്, പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആകെ ഒരാളായിട്ട് കോൺടാക്റ്റ് ഉള്ള ആകെ യൂട്യൂബർ ഒരാൾ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്കറിയാവുന്ന കാര്യങ്ങൾ അവൾ എനിക്ക് ഷെയർ ചെയ്ത് തരും. അങ്ങനെ അപ്പോഴെന്ന് വെച്ചാൽ യൂട്യൂബിൽ എൻ്റെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാൻ അത് നോക്കിയിട്ടാണ് പല കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, അത് ഞാൻ ഒന്നും കൂടി പറയാണ്. കുറേ എനിക്ക് വ്യൂസ് ഉണ്ട്, എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഡോളർ കിട്ടുന്നുണ്ട്, എനിക്ക് മോണിറ്റൈസേഷനായി, ഞാൻ എന്തോ ആയി എന്നുള്ള രീതിയിലല്ല. ഒരിക്കലും അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. കുറച്ച് പേർക്കുണ്ട്. കാരണം ഞാൻ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് പലരും സത്യം പറഞ്ഞാൽ 1K സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ കൊതിച്ചിട്ടുണ്ട്. അയ്യോ ഇങ്ങനെയൊക്കെ ആവും എൻ്റെ ചാനൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ എനിക്ക് അറിയാവുന്നവർ മാത്രം അത്ര പേരെ ചുറ്റിപ്പറ്റി നിൽക്കത്തുള്ളൂ, വേറൊരാളിലേക്ക് എൻ്റെ വീഡിയോസ് ഒന്നും പോകത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയം ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ വിചാരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതിയിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ, വേറൊരു രീതിയിൽ നമുക്ക് ഒരു രീതിയിലും ആക്റ്റീവ് അല്ലാത്ത ഒരാൾ, സാധാരണ നമ്മളൊരു ഫോട്ടോ പോലും ഒന്നും ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുമോ, നമ്മൾ സംസാരം ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സത്യം പറഞ്ഞാൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച എനിക്ക് അറിയാവുന്നവർ മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് കാണത്തുള്ളൂ, അതിലുപരി വേറൊരാൾ ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളെങ്കിൽ ഒരാൾ എൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. എന്നോട് ഇപ്പോഴും പല റിക്വസ്റ്റ് ചെയ്ത കുറേ വീഡിയോസ് ഉണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിൽ എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. പലരും റിക്വസ്റ്റ് ചെയ്ത് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇടാൻ ഇനിയും ഉണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഉണ്ട് റിക്വസ്റ്റ് ചെയ്ത്. സത്യം പറഞ്ഞാൽ അവർക്ക് മടുത്ത് കാണും. കൂടുതൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ അതൊക്കെ അവരുടെ ഒരു സപ്പോർട്ട് സ്നേഹം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ലൈവിൽ കയറുമ്പോഴാണെങ്കിലും ആദ്യമൊക്കെ ഭയങ്കര വ്യൂസ് വേണമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞാൻ കയറുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ വ്യൂസ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസ് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, കാരണം എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന കുറച്ച് പേരെങ്കിലും, ഒരു 5 പേരെങ്കിൽ 5 പേര്, അവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ലൈവ് കയറും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ അറിയാത്തവർ പോലും നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പറയാം, കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതായത് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഉള്ള സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്, ലൈവിൽ വരാറുമുണ്ട്. അപ്പോൾ ഈ ഓരോ ജില്ലയിലും ഓരോരുത്തർ വെച്ചാവുമെന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ലൈവ് ചെയ്തത് വഴിയാണ് എനിക്ക് കൂടുതൽ അങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് ലൈവാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എൻ്റെ വാച്ചിങ് അവേഴ്സ് കൂടാനും എൻ്റെ ക്രൈറ്റീരിയാസ് രണ്ടും, അതായത് നമുക്കറിയാം 1500 സബ്സ്ക്രൈബേഴ്സ് എന്തോ വേണം, അതുപോലെ 4000 വാച്ചിങ് അവേഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കിയത് ലൈവിലൂടെയാണ്. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക്, കഴിഞ്ഞ 2024 ഡിസംബറിലായിരുന്നു ലൈവ്. ഇതുപോലെ ഞങ്ങൾ രാത്രിയൊക്കെ ലൈവ് ചെയ്യുമായിരുന്നു. ഞാനും എൻ്റെ കസിൻസൊക്കെ, എൻ്റെ അനിയത്തിമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ലൈവ് ചെയ്യുമായിരുന്നു. ലൈവൊക്കെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ ലേറ്റ് നൈറ്റായിട്ടൊക്കെ ഭയങ്കര ലൈവ് പോയി ഭയങ്കര വ്യൂസ് കയറും. പക്ഷെ ആ സമയത്ത് കയറുന്നതിനോട് വലിയ താല്പര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കസിൻസൊക്കെ കൂടുവാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാനങ്ങനെ കയറാറില്ല. അപ്പോഴും സത്യം പറഞ്ഞാൽ ലൈവ് ചെയ്ത് ആ ഒരു ഡിസംബർ സമയത്ത്, പറയുന്നത് പല വഴിക്ക് ഇങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ ഡിസംബറിലാണ് ലൈവ് ചെയ്ത് ലൈവ് കണ്ടിന്യൂസ് ചെയ്തത് വഴി വാച്ചിങ് അവേഴ്സ് ഗ്രാജുവലി ഇങ്ങനെ കൂടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അത് കാണുമ്പോൾ. ഒരു വാച്ചിങ് അവേഴ്സ് കയറുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും.
അങ്ങനെ വാച്ചിങ് നമ്പേഴ്സ് കയറി മോണിറ്റൈസേഷൻ ആയതാണ്. ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കും മോണിറ്റൈസേഷൻ ആയി. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി നമുക്ക് പോസ്റ്റ് വഴി നമ്മുടെ പിൻ ലെറ്റർ വരും. അതൊക്കെ എനിക്കൊന്നൊരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് സെറ്റായെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് എനിക്ക് ഡേറ്റ് ഓർമ്മയില്ല. എല്ലാം സെറ്റായി, എല്ലാം കിട്ടി. അപ്പം അതൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കേട്ടോ. അതായത് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വീഡിയോസ് റെഗുലറാക്കി ഇടുക. ഞാനത് ചെയ്യാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി ഉപദേശിക്കാനുള്ള റൈറ്റ് ഇല്ല. എങ്കിലും പറയണം, കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് സ്ട്രീം ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാം. ഷോർട്സും അപ്ലോഡ് ചെയ്താൽ മതി. ഡെയിലി ഒരു 2-3 ഷോർട്സ് ഒക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ചെയ്യാത്ത മെയിൻ കാര്യമാണ് ലൈവ് വല്ലപ്പോഴും പോകാറുണ്ട്. ഷോർട്സ് ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിരുന്നാൽ മതി. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യൂട്യൂബ്, ഞാൻ കാണുന്ന കുറേ ചാനലുണ്ട്. ആ ഓരോ ചാനലിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഓരോ വീഡിയോസും ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പല ഡൗട്ട് വരും. #, കാര്യങ്ങൾ, ക്യാപ്ഷൻ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്ന സമയം ഉണ്ടായിരുന്നു. ഈ തംബ്നെയിൽ എന്താണെന്നോ ക്യാപ്ഷൻ എന്താണെന്നോ ഒരു ഐഡിയ ഇല്ലാത്ത. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു 4 വർഷം ആവുന്നുണ്ട്. 4 വർഷം കഴിഞ്ഞു. ഞാനൊരു 2021 മെയിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 22, 3, 4, 5 4 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4-4.5 വർഷം കഴിഞ്ഞു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം അതിനിടയ്ക്കിട്ട് സത്യം പറഞ്ഞാൽ നല്ല രീതിയിലൊന്ന് കഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷമാണ്. 2024 ഞാൻ നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ജൂണിൽ. അതിനുശേഷം കറക്റ്റ് ഒരു 6 months നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ എഫേർട്ട് ഇട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം മോണിറ്റൈസേഷൻ ആവാനുള്ളത് വരെ കംപ്ലീറ്റ് ആയി. അപ്പോഴതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോഴും ഞാൻ പറയുകയല്ല, ഇത് ഭയങ്കര വലിയ കാര്യമാണ്. ഇത് ഭയങ്കര വലിയ സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ അതായത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് കൊതിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ലൈവ് പോകാൻ മടിയുള്ളവരാണെങ്കിൽ ഷോർട്ട് വീഡിയോസ് ചെയ്താൽ മതി. ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കവർ ഇമേജ്, അതായത് നമ്മളിടുന്ന തമ്മിലായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അത് വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോർട്സിൻ്റെ അകത്ത് തമ്മിൽ ഇടാൻ പറ്റില്ല. അതേസമയം ലോങ് വീഡിയോയിൽ പറ്റും, ഷോർട്സിൽ അത് പറ്റില്ല. ഞാനിങ്ങനെ നോക്കിയിരുന്നു ഷോർട്സിന് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ചില വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തമ്മിൽ കാണുമ്പോൾ അയ്യോ അതങ്ങ് മാറ്റി, അപ്പോഴത്തേക്ക് അത്യാവശ്യം വ്യൂസ് കയറി കാണും. പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാൻ പോകത്തില്ല. പക്ഷെ ആദ്യമൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ വരെ ഒരു പെൻ ഐക്കൺ കാണും. അത് അറിയായിരിക്കുമല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ ഒരു പെൻ ഐക്കണിൽ അതിനകത്ത് നല്ലൊരു കുറച്ച് കണ്ടാൽ ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ക്ലിപ്പ്, ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് തമ്മിലാക്കാൻ നോക്കുക. അത് നല്ലൊരു ടിപ്പാണ്. അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് മെയിനായിട്ട് അത് കണ്ട് നമ്മളാണെങ്കിലും ഇപ്പം യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തമ്മിൽ കണ്ട് അട്രാക്റ്റീവ് ആയിട്ടായിരിക്കുമല്ലോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോഴും നല്ല രീതിയിൽ ഒരു തമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സെലക്ട് ചെയ്ത് അത് അങ്ങനെ കൊടുത്താൽ ആളുകൾ ആ വീഡിയോ പെട്ടെന്ന് കാണാനൊരു ഇത് ഉണ്ടായിരിക്കും. എൻ്റെ വീഡിയോസിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ചില വീഡിയോസിൽ വർക്ക് ആയിട്ടില്ല, പക്ഷേ ചില വീഡിയോസിൽ വിചാരിക്കത്തതിനപ്പുറം അത് വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ടിപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്തി വീഡിയോ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ ഡോളർ കയറുന്നതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരാൾ ഇത് കാണുന്ന ആ ഒരാൾക്ക് ഇത് ഉപകാരം ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചേക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡെയിലി ഒരു 8-9 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനലിലേക്ക് വന്നവർക്കൊക്കെ ഹായ്. ഓക്കെ, അപ്പോൾ എന്നാൽ ബൈ, ടാറ്റ. നമുക്ക് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ കാണുമായിരിക്കും. ബൈ.